ഹായ്, നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഷയമുണ്ട്. എന്താ? നമ്മളൊക്കെ പ്ലാസ്റ്റിക്, നമ്മുടെയൊക്കെ വേസ്റ്റ്, നമ്മുടെയൊക്കെ വീട്ടിലെ സാധനങ്ങൾ തൊട്ടപ്പുറത്തവൻ്റെ വീട്ടിലേക്ക് മറിച്ചിടുന്നത് കുറേ കാലങ്ങളായിട്ട് നടക്കുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു റോഡ് സൈഡിൽ ഇടുന്നത് നമ്മുടെയൊക്കെ നാട്ടിൽ തന്നെ വലിയൊരു പ്രശ്നം. അവിടേക്ക് കാട്ടിച്ചിട്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ പോകുന്ന ഫോറസ്റ്റിലൊക്കെ വേസ്റ്റ് ഇങ്ങനെ വലിച്ചെറിയാനായിട്ട് കാണാം. ക്യാമറ വെച്ചതിന് ശേഷം പിന്നെ ക്യാമറ വെച്ചതിന് ശേഷം പറഞ്ഞാൽ ക്യാമറൻ്റെ വളവ് കഴിഞ്ഞതിന് ശേഷം അവിടെയൊക്കെ വേസ്റ്റ് കാണാം. ഈ റോഡിൽ ചില വീട്ട് വലിച്ചെറിഞ്ഞ് പോയിട്ടുണ്ടാവും. നമ്മൾ പോകുമ്പോൾ എന്നിട്ട് കാണും, നമ്മളെടുത്തിട്ടാണ് ഈ സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇതൊന്നും യാതൊരു തരത്തിലും ഇപ്പോൾ ഈ ഹരിത കർമ്മസേന വന്ന് വീട്ടിൽ നിന്ന് പ്ലാസ്റ്റിക് കൊണ്ടുപോകേണ്ട വലിയ കാര്യമാണ്. പക്ഷേ ഈ സൈഡ് കിടക്കുന്നതൊക്കെ അവിടെ കിടക്കുക തന്നെയാണ്. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി കുറച്ച് കാലം കഴിയുമ്പോൾ ഒന്ന് കൂടി എല്ലാം ക്ലീൻ ആക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഈ ഒരു സംഭവം തന്നെ വീണ്ടും നടന്നുകൊണ്ടിരിക്കും. ഇതാണ് കാലങ്ങളായിട്ട് നടക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിനെതിരായിട്ട് കുറേ കാലങ്ങളായിട്ട് ഇതുണ്ട് കേട്ടോ. കാരണം ഫോട്ടോ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഫൈനലി ഒഫീഷ്യലി ഒരു സംഭവം വന്നിട്ടുണ്ട്. ജസ്റ്റ് ആദ്യം ഒന്ന് കാണല്ലേ എന്ത് സംഭവം. അപ്പൊ എങ്ങനെയാ, റെഡിയല്ലേ? ഒക്ടോബർ 2 മുതലുള്ള മാറ്റത്തിന് ഞങ്ങൾ റെഡിയായി. നിങ്ങളോ? ആരെങ്കിലും വേസ്റ്റ് എറിയുന്ന ഫോട്ടോ എടുത്ത് നിങ്ങൾ നൽകിയാൽ നിങ്ങളുടെ പോക്കറ്റിലേക്ക് 2500 രൂപ വരും. അതായത് ആരെങ്കിലും പൊതുസ്ഥലത്ത് മാലിന്യം തള്ളുന്നത് കണ്ടാൽ അത് ഫോട്ടോ എടുത്തോ വീഡിയോ എടുത്തോ നൽകിയാൽ തദ്ദേശ വകുപ്പ് 2500 രൂപ പാരിതോഷികമായി നിങ്ങൾക്ക് നൽകും. ഇത് സംബന്ധിച്ച് തദ്ദേശ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. മാലിന്യം തള്ളുന്ന ഫോട്ടോകളോ വീഡിയോകളോ തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കാണ് അയച്ചു കൊടുക്കേണ്ടത്. മാലിന്യം വലിച്ചെറിയുന്നവരിൽ നിന്ന് ഈടാക്കുന്ന പിഴയുടെ 25%മോ 2500 രൂപയോ ആയിരിക്കും ഇങ്ങനെ ലഭ്യമാവുക. പരാതി നൽകി 30 ദിവസത്തിനുള്ളിൽ പിഴ ഈടാക്കി വിവരം നൽകിയ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് പണമെത്തും. ഇത്തരത്തിൽ തെളിവോടെ പരാതി ലഭിച്ചാൽ 7 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കണമെന്നാണ് നിർദ്ദേശം. ഫോട്ടോ സഹിതം പരാതി ഇതാണ് സംഭവം അവർ പറയുന്നത്. അതായത് ആരെങ്കിലും പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിൻ്റെ ഫോട്ടോ നമ്മൾ എടുത്താൽ തെളിവോട് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോ അയച്ചു കൊടുക്കുന്ന ആൾക്ക് 1 മാസത്തിനുള്ളിൽ അല്ലേ, അത് 7 ദിവസത്തിനുള്ളോ 30 ദിവസത്തിനുള്ളിൽ, അപ്പോൾ 1 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യും? 2500 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും എന്നാണ് പറയുന്നത്. എന്താണ് എൻ്റെ അഭിപ്രായം? ഇവിടെ ഈ വീഡിയോയുടെ കാര്യം പറയുന്നതിന് മുമ്പ് പറയേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അല്ല, വേറെ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അത് ഈ വീഡിയോ കുറെ മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും ഇത് നിലവിൽ പ്രചരിപ്പിച്ചതായിരിക്കാം. വീണ്ടും നിലവിൽ ഇത് വീണ്ടും പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഈ വീട്ടിലെ വേസ്റ്റ് കളക്ട് ചെയ്യാൻ വരുന്ന ആളാണ് ഹരിതകർമ്മസേന. ഈ ഹരിതകർമ്മസേന എന്ന് പറയുന്നത് ചെറിയൊരു ഉഡായിപ്പ് പരിപാടിയാണ്. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അത് ഞാൻ പറയുന്നത് അതിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളല്ല, ജോലി ചെയ്യുന്ന സാധാരണക്കാരെ, പാവപ്പെട്ട അയൽക്കൂട്ടത്തിലൊക്കെ പോകുന്ന സാധാരണ സ്ത്രീകളാണ്. അവരെല്ലാം പറയുന്നത് ഇവർക്ക് ആ സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഭരണകൂടമാണ്. അതായത് പഞ്ചായത്തുകളാണ് ഈ ഹരിതകർമ്മസേനൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. ഇവിടെ ഹരിതകർമ്മസേനക്കാരുടെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് വേസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? പൈസ കൊടുക്കണം. പിന്നെ ഈ വേസ്റ്റ് നമ്മൾ വീട്ടിലുള്ള വേസ്റ്റ് നമ്മൾ കളക്ട് ചെയ്ത് അത് കൃത്യമായിട്ട് കവറിലാക്കി ചാക്കിലാക്കി കെട്ടി കൊടുത്താലേ എന്തേ ഉള്ളൂ, അത് കൊണ്ടുപോകുള്ളൂ. അതൊന്ന്. പിന്നൊരു പ്രശ്നം നമ്മൾ പൈസ കൊടുക്കണം, അങ്ങോട്ട് കൊടുക്കണം പൈസ. പിന്നെ രണ്ടാമത്തെ പ്രശ്നം, ഒരു വീട്ടിലെ പ്രധാനപ്പെട്ട വേസ്റ്റുകളിൽ ഒന്ന് പ്ലാസ്റ്റിക്കാണ് അല്ലേ, അതൊരു കൃത്യമായിട്ട് കളക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. രണ്ടാമത് വരുന്നത് ഈ കുപ്പിച്ചില്ല് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഇതൊക്കെ എവിടെ കൊണ്ട് കളയും എന്നുള്ളതാണ്. അതവർ കളക്ട് ചെയ്യില്ല. ഇല്ല, അവർ കൊണ്ടുപോകില്ല. ഇല്ല. പിന്നെ കൊണ്ടുപോകില്ല. എൻ്റെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുപോകുന്നില്ല, എനിക്കറിയാം. പിന്നെ മൂന്നാമത് പാമ്പേഴ്സ് പോലെയുള്ള ബയോളജിക്കൽ വേസ്റ്റ്. ഇതൊക്കെയാണ് നമ്മളെ വീട്ടിൽ നമ്മൾ കുടുങ്ങുന്നത്. ഇതെന്താ ചെയ്യാൻ പറ്റുക, ഇത് വലിച്ചെറിയാൻ പറ്റില്ല, കത്തിക്കാനും പറ്റില്ല. അപ്പം അങ്ങനെയുള്ള വേസ്റ്റുകളാണ് ഈ പാമ്പേഴ്സൊക്കെ. ഇതും അവർ കളക്ട് ചെയ്ത് കൊണ്ടുപോകില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതൊരു 100% ഈ പെർഫെക്ഷനിലേക്ക് ഇപ്പോഴും വന്നിട്ടില്ല. അതാണ് വലിയൊരു പ്രശ്നം. അത് പാമ്പേഴ്സൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനുള്ള ജെല്ല് കളഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം കത്തിച്ചുകൾ അങ്ങനെ ചെയ്യണത്. പൊതുവേ ജെല്ല് മാത്രം എടുത്ത് കളഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഭാഗം ചീന്തി അതിന്റെ പഞ്ഞൊക്കെ എടുത്ത് വേറെ അങ്ങനെ കത്തിക്കാണ് ചെയ്യുന്നത്. ഇവിടെ സർക്കാരിൻ്റെ തന്നെ വീഴ്ച എന്ന് പറഞ്ഞാൽ സർക്കാരിന് ഈ പറയുന്ന പ്ലാസ്റ്റിക് നമ്മുടെ വിപണിയിൽ കൊണ്ടുവന്നിട്ട് അത് നമ്മളെ കൊണ്ട് വാങ്ങാൻ പ്രേരിപ്പിച്ചിട്ട് നമ്മളെ വീട്ടിലേക്ക് എത്തിയിട്ട് സർക്കാർ തന്നെ അത് കളക്ട് ചെയ്തിട്ട് സർക്കാരിന് തന്നെ തിരിച്ചങ്ങോട്ട് പൈസ കൊടുക്കുക.
ഈ പൈസ കൊടുക്കുന്നത് നമുക്ക് കുഴപ്പമില്ല. സൈക്കിളാണ്. അതെ, പൈസ കൊടുക്കുന്നത് നമുക്ക് കുഴപ്പമില്ല. രണ്ട് തരത്തിലാണെങ്കിൽ അതല്ല, ഈ സൈക്കിളാണത്. നമ്മൾ സർക്കാർ അത് അവൈലബിൾ ആക്കുന്നു മാർക്കറ്റിൽ, നമ്മളത് വാങ്ങുന്നു, തിരിച്ചത് വീണ്ടും ഈ പറയുന്ന ഹരിത കർമ്മസേനയിലേക്ക് കൊണ്ടുപോകുന്നു. ആ പ്രോസസ്സാണ് സൈക്കിൾ. ആ സൈക്കിൾ എവിടെയെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്താൽ മതി, പ്രശ്നം തീർന്നു. അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. അത് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ വിഷയം വരുന്ന എവിടെ വെച്ചാലേ, നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വീട്ടിലേക്ക് 50 രൂപയുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒന്ന് നമുക്ക് വേസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പൈസ കൊടുക്കണം എന്ന് പറഞ്ഞത് അത് ശരിയായ നടപടിയല്ല. ഇപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ വീട്ടിൽ പ്ലാസ്റ്റിക് ഒന്നും വേണ്ട, ഒരു വേസ്റ്റും വേണ്ട, അതായത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ കാറും കൊണ്ട് പോകുന്നു, നമ്മളൊരു വീട്ടിൽ ബക്കറ്റോ പാത്രത്തിലോ പച്ചക്കറി വാങ്ങുന്നു. അങ്ങനെ നമ്മൾ ശ്രമിക്കുന്നില്ല, പക്ഷെ ശ്രമിച്ചാൽ നമ്മൾ വീട്ടിലൊരു വേസ്റ്റും ഇല്ലാന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയാൽ അപ്പോഴും നമ്മൾ 50 രൂപ കൊടുക്കണം. പക്ഷെ അവിടെ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കാർഡ് എടുത്താൽ പോരെ, പക്ഷേ പൈസ കൊടുക്കണമെങ്കിൽ കൊടുത്താൽ മതി. പല സർക്കാരിൽ നിന്നുള്ള പല അതാണ് പറയണത്. അവിടെയാണ് വിഷയം വരുന്നത്. വേണമെങ്കിൽ പൈസ കൊടുത്താൽ പോരെ, അങ്ങനെ ഞാൻ പൈസ കൊടുത്തു തരുന്നില്ല, എനിക്ക് വേസ്റ്റ് ഇല്ലാന്ന് എനിക്ക് പറയുകയാണെങ്കിൽ ഓക്കെ, ഒരു മിണ്ടാണ് പോയി. പക്ഷെ ഞാനിത് കറക്റ്റ് പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പല സംഭവങ്ങളും എനിക്ക് അവിടെ തടസ്സപ്പെടുകയാണ്. അതേപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് വേസ്റ്റ് എന്താ പറയാ ഈ പറയുന്ന രീതിയിൽ സംസ്കരിക്കാൻ പറ്റുന്ന ഒരു മാർഗം പല വീടുകളിലുണ്ട്. ബയോഗ്യാസ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ പല വീടുകളിലുണ്ട്. അത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, സംവിധാനങ്ങൾ ഒരുക്കാവുന്നതേ ഉള്ളൂ, കുറച്ച് പൈസ ഒക്കെ ഇറക്കിയാലേ. അപ്പൊ അങ്ങനെ ഒരാൾ ഇറക്കിയാലേ, അങ്ങനെ ഈ പറയുന്ന പോലെ സംവിധാനം ഇറക്കിയാലേ അവർ ഈ 50 രൂപ അവരും കൊടുക്കണം. അപ്പൊ അത് ശരിയായ രീതിയിലല്ല. ഇത് കഴുത്തിന് പിടിച്ച് പൈസ മേടിക്കുന്ന ഒരു അവസ്ഥ കുറെ ആളുകൾക്കുണ്ട്. അല്ല, ഇനി അതും പോട്ടെ. ഇനിയിപ്പോ ഇവര് ഈ പൈസ കൊടുക്കണം എന്നുള്ള സംഭവം നമ്മൾ പൈസ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടെന്ന് തന്നെ വിചാരിക്കുക. ഈ പറഞ്ഞ പോലെ എല്ലാ തരം വേസ്റ്റും കൊണ്ടുപോകുന്ന ഒരു സംഭവത്തിലേക്ക് അവർ എന്തുകൊണ്ട് വരുന്നില്ല? ഒരു വീട്ടിൽ പ്ലാസ്റ്റിക് മാത്രമേ ഉള്ളൂ. നമ്മൾ 50 രൂപക്ക് വേസ്റ്റ് കൊടുത്തു, അപ്പോഴും നമ്മളെ വീട്ടിലെ ഈ വേസ്റ്റ് എന്ന പ്രതിസന്ധി തീരുന്നില്ല. മാത്രമല്ല 50 രൂപ എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമായിട്ട് വിചാരിക്കരുത്, എല്ലാ ഏരിയയും നല്ല എമൗണ്ട് ഇത് വഴി വരുന്നുണ്ട്. അല്ല, അത് പോട്ടെ, ഒരു സർവീസ് ചാർജ് എന്ന് കൂട്ടിക്കോ. അല്ല, ഇവർക്ക് ആ പൈസ, ഇവർക്ക് വേറെ രീതിയിൽ ഈ പ്ലാസ്റ്റിക്കിൽ എത്രയോ പൈസ കിട്ടുന്ന പ്ലാസ്റ്റിക്സും ഉണ്ട്. അതൊക്കെ പ്ലാസ്റ്റിക്കുകൾ മാത്രമല്ല, എല്ലാ സാധനങ്ങളും ഉണ്ട്. അതൊക്കെ മാറ്റിയിട്ട് ഇവർക്ക് തന്നെ മറിച്ചിട്ട പൈസ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. എത്ര സ്ഥലങ്ങൾ സംഭവം ഇവർക്ക് വരുന്നുണ്ട്, അതിലൂടെ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഇത് വാങ്ങുമ്പോൾ നമ്മളെ വീട്ടിൽ ആ ഒരു മാസം ഈ വേസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബാധ്യതയായിട്ട് വരാൻ പാടില്ല. മറിച്ച് ഇത് 50 രൂപ കൊടുത്താലും പകുതി പോകുന്നുള്ളൂ. അപ്പോഴും നമ്മുടെ ഈ കുപ്പിച്ചില്ലും ഈ പറയുന്ന പാമ്പേഴ്സും കാര്യങ്ങളൊക്കെ അപ്പോഴും നമുക്കൊരു ബാലികാരമനായിട്ട് നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട്. നമുക്കാണെങ്കിൽ വിചാരിക്കാനും വയ്യ, എന്തായാലും ഇത് ഫുള്ളായിട്ട് ഇവിടെ കൊണ്ടുപോകില്ല, അതുകൊണ്ട് ഞാൻ പൈസ കൊടുക്കില്ല വിചാരിക്കാനും വയ്യ. കാരണം അപ്പൊ നമുക്ക് നടക്കൂല. അപ്പൊ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ 2500 രൂപ ഈ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ 2500 രൂപ എത്തിക്കും എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം ഓക്കെ. കാരണം പൈസ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആളുകൾ ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ അതിന്റെ തെളിവ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും, ഇത് കൊടുത്തേക്കാം. പക്ഷേ അതെ, പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ ഉപരി ഇപ്പൊ പുറത്തുള്ള മറ്റു സംസ്ഥാനങ്ങൾ പറഞ്ഞാൽ പുറത്തുള്ള എന്താ പറയാ, അത്രയും വളർച്ച വന്നുള്ള സ്ഥലങ്ങളിലും രാജ്യങ്ങളിലും അടക്കം നമ്മൾ കാണുന്നുണ്ട്, ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനില്ല ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും. അങ്ങനത്തെ ഒരു സജ്ജീകരണം എന്തുകൊണ്ട് നമ്മൾ കൊണ്ടുവരില്ല? ഇത്രയും പൈസ അവർക്ക് കൊടുക്കണം ഇവർക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞതിനേക്കാൾ ഉപരി അത് ചെയ്തൂടെ? ഇപ്പോൾ ഒരു റെയിൽവേയിൽ പോയി കഴിഞ്ഞാൽ പോലും കറക്റ്റ് വേസ്റ്റ് ചില സ്ഥലങ്ങളിൽ കാണാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. വേസ്റ്റ് ഇടാനുള്ള സ്ഥലങ്ങൾ കാണുന്നില്ല. അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലേസിൽ അതിനായിട്ടുള്ളൊരു സ്ഥലം, ഇപ്പം നമ്മളിവിടെ പാലുണ്ട് അങ്ങാടിയിലുണ്ട്, ഒരു പ്ലാസ്റ്റിക് മാത്രം ഇടാനുള്ളൊരു സംഭവം, പ്ലാസ്റ്റിക് ബോട്ടിൽസ് മാത്രം അതിലിടാം. അതിന് പകരം വേസ്റ്റ് ഇടാൻ, ഫുഡിന്റെ വേസ്റ്റ് ഇടാൻ പറ്റില്ല. അങ്ങനെ വേസ്റ്റ് ഇടാൻ പറയാ, ഈ പ്ലാസ്റ്റിക് കുപ്പി മാത്രം വെള്ളം കുടിച്ചിട്ട് അത് മാത്രം ആയിക്കിടാൻ ആര് പോവും? വേസ്റ്റ് ഫുഡിന്റെ വേസ്റ്റ് വലിച്ചെറിയുമ്പോൾ അതിനോട് കുപ്പി വലിച്ചെറിയും. അല്ലാതെ ഫുഡിന്റെ വേസ്റ്റ് പുറത്തേക്ക് വലിച്ചെറിയുന്ന കുപ്പി മാത്രം അവിടെ കൊണ്ടിട്ടേക്കാരും വിചാരിക്കോ? ഇല്ല. അപ്പൊ എല്ലാ തരം വേസ്റ്റുകളും കൊണ്ട് നമ്മൾ ഇടാൻ പറ്റുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ 90% അങ്ങനെ തന്നെ തീരും. ഇത് അങ്ങനെ ഒരു ശീലം നമുക്കില്ല. അങ്ങനെ ഒരു ശീലം നമുക്ക് വരുത്താൻ ഗവൺമെന്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, നമ്മൾ അതിനെ ആരും പ്രേരിപ്പിക്കുന്നില്ല. നമുക്കിത് ശീലമായി പണ്ട് മുതലേ. എൻ്റെ വീട്ടിൽ വേസ്റ്റ് കാണരുത്, എൻ്റെ ചുറ്റുപാടും വേസ്റ്റ് കാണരുത്, അത് കൊണ്ടുപോയി ഫോറസ്റ്റിലെവിടെയും തള്ളാം എന്ന് പറയും. ഇതിലൂടെ വരുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. എന്താണ്, മൃഗങ്ങൾ കഴിക്കുന്നുണ്ട്, അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്, പ്രകൃതിക്ക് വരുന്ന പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ വാതോരാതെ സംസാരിക്കും, ഗവൺമെൻറ് കാര്യം പറയണത്. പക്ഷേ ഇതിനുള്ളൊരു സമ്പ്രദായം, അതിനുള്ളൊരു ഒരു എന്താ പറയുക സാഹചര്യം, സിസ്റ്റം ഇവർ കൊണ്ടുവരുന്നേ ഇല്ല. ഈ 2500 രൂപ കൊടുക്കുന്നു പറഞ്ഞ് ഇത്രയും മെനക്കെടുണ്ടോ? ഒരാളെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുത്ത് ആദ്യം 25,000 വാങ്ങി അതിന്റെ പൈസ ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഒരു വാർഡിൽ 2 കളക്ഷൻ പോയിന്റുകൾ, ഒരു കളക്ഷൻ പോയിന്റ് വെച്ചാൽ മതി. അതെ അതെ അതെ, ഒരു എന്തൊരു സാധനം വെച്ചാൽ അത് ആഴ്ചയിൽ ഒരു ദിവസം കൊണ്ടുപോകുന്ന സിസ്റ്റം ആക്കിയാൽ മതി. നമ്മള് ഇപ്പത്തെ സിസ്റ്റത്തിന് പ്രശ്നം ഉണ്ടായിട്ടില്ല, അവർ എല്ലാം കളക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പിന്നെ വേറൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഹരിതകർമ്മ സേന അങ്ങനെ കളക്ട് ചെയ്യുന്നതിന് ശേഷം ഈ പറയുന്ന വേസ്റ്റ് വലിച്ചെറിയുന്നതിലൊക്കെ കുറവ് വന്നിട്ടുണ്ട്.
ഏറെക്കുറെ കുറെ സാധനങ്ങൾ. വലിയൊരു ശതമാനം പക്ഷെ ഇവിടെ പ്രശ്നം അപ്പോഴും 100% 100% അല്ലാതെ ഞാനൊരു കോഴിക്കോടിലേക്ക് കോഴിക്കോട് വരെ ഞാൻ പോവുകയാണെങ്കിൽ ഞാനൊരു KSRTC കയറിയാൽ പോലും അല്ലെങ്കിൽ ഒരു ബസ് കയറിയാൽ പോലും പോകുന്ന വഴിക്ക് ഞാൻ ഒരു വാട്ടർ ബോട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ കുറച്ച് മിഠായി വാങ്ങിയാൽ പോലും അതിന്റെ പ്ലാസ്റ്റിക് കഴിച്ചിട്ട് വണ്ടി നിന്ന് കഴിച്ചിട്ട് പുറത്തേക്ക് കളയല്ലേ. വളരെ ചുരുക്കം ആളുകൾ, ഇപ്പൊ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുറെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ബാഗിലൊക്കെ ഇട്ടിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മളെ വേസ്റ്റിലിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട്. പക്ഷെ എത്ര പേര് കൊടുക്കും? അതൊക്കെ 50% ആളുകൾ പോലും അങ്ങനെയല്ല, 20% ആളുകളും അങ്ങനെ ചെയ്യുന്നത്. ബാക്കി 80% ആളുകളും ഇത് പുറത്തേക്ക് വലിച്ചെറിയാണ്. അത് എവിടെ പോയി വീഴാന്ന് പോലും അറിയില്ല. ബസ് നിറച്ചു കഴിഞ്ഞാൽ കാറ്റിൽ എവിടെ പോകുന്നത് നമുക്കറിയില്ല. പിന്നെ വലിയ മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകളൊക്കെ ആണെങ്കിൽ അവരത് രാവിലെ കളക്ട് ചെയ്യും ടൗണിലൊക്കെ. ഇപ്പൊ നമ്മുടെ പഞ്ചായത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങാടിയൊക്കെ വൃത്തിയാക്കുന്ന സിസ്റ്റം എന്താ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാനും കണ്ടൊന്നുമില്ല. പക്ഷെ നമ്മള് എറണാകുളമൊക്കെ പോയി കഴിഞ്ഞാൽ എറണാകുളത്ത് അത് വലിയ എന്താ പറയാ ഇതാണല്ലോ. അപ്പൊ അവിടെയൊക്കെ പറയുന്ന അതിനായിട്ട് ആളുകളും ട്രാക്ടർ സ്വന്തം വാഹനങ്ങളൊക്കെ പഞ്ചായത്തിലുണ്ട്. അവരടിച്ചു വരി വൃത്തിയാക്കി. അത് മാത്രമല്ല ഇവിടെ പല ആൾക്കാരും പറയാറുണ്ട് ബസ് സ്റ്റോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ വേസ്റ്റ് ഇടുന്നുണ്ടല്ലോ. ഒരു പുതിയൊരാള് വന്നു കഴിഞ്ഞാൽ ആ ബസ് സ്റ്റോപ്പിൽ എപ്പോഴും പരിചിതനായിട്ടുള്ള അല്ലാത്ത ഒരാൾക്ക് ഇത് കാണാൻ പോലും കഴിയില്ല. ഇല്ല, നമ്മളെ പഞ്ചായത്തിൽ ബസ് സ്റ്റാൻഡിലൊന്നും ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ കാണാൻ കഴിയുമോ? അത് അവിടുത്തെ ആൾക്കാർക്ക് പരിചയമുള്ള ആൾക്കാർ മാത്രം വിസിബിൾ ആവുന്ന സ്ഥലത്ത് സ്ഥലത്ത് കൊണ്ടുവെക്കണം. പിന്നെ ഏതെങ്കിലും നമ്മളൊരു ക്ലാസ് റൂമിൽ വെക്കുന്ന പോലെ വേസ്റ്റ് ബിൻ വെച്ചിട്ടൊന്നും കാര്യമില്ല. അത് ആ രീതിയിൽ വലിയ സംഭവം വെച്ച് ഒരു ആഴ്ചയിൽ കളക്ട് ചെയ്യുന്ന രീതിയിൽ അത്രയും വേസ്റ്റ് കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വലിയ വലിയ സംഭവങ്ങൾ തന്നെ അതിന് വേണ്ടി വെക്കണം. വലിയ വേസ്റ്റ് ബിൻസ് വെക്കണം. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് മാറും. അല്ലാതെ ഇവർ 1000 രൂപ കൊടുക്കും 2500 രൂപ കൊടുക്കും. ഒരു പ്രശ്നം മാത്രമായിട്ട് എനിക്ക് വിലയണത്. അത് മിസ്യൂസ് ചെയ്തൂടെ സുഖമായിട്ട്? തീർച്ചയായും. അപ്പൊ അത്ര ഉള്ളൂ പരിപാടി. അപ്പൊ വേണമെന്ന് വെച്ച് ഇവർ ചെയ്ത് കഴിഞ്ഞാൽ മാറ്റം കാണും. അതിന് ഇവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള അവസ്ഥ. അപ്പൊ ഈ പറഞ്ഞ ഹരിതകർമ്മസേന കുറച്ചും കൂടെ ഒക്കെ എന്താ ചെയ്യാ, ഒന്നും കൂടി യൂസ്ഫുൾ ആകുന്ന രീതിയിലൊരു സിസ്റ്റം, അതിനെന്താണ് സിസ്റ്റം കൊണ്ടുവരേണ്ടത്, അവർക്ക് എന്താണ് തടസ്സം, ഈ പറയുന്ന കുപ്പിച്ചില്ലും ഈ ബയോളജിക്കൽ വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്യുന്നതിന് അവർക്ക് എന്താണ് തടസ്സം, ആ തടസ്സം എന്താണെന്നുള്ളത് പഠിച്ചിട്ട് അതിനൊരു ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം സോൾവ് ആക്കാൻ പറ്റുന്നുള്ളൂ. അതൊക്കെ ചെയ്തിട്ട് വേണം. ഇനിയും വേസ്റ്റ് ഇടുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ 2500 രൂപ അങ്ങനെ കൊടുക്കും എന്ന് പറഞ്ഞാൽ പാരിതോഷികം അപ്പൊ ഓക്കെ. അല്ലാതെ ഒന്നും നടക്കൂല. അപ്പൊ അങ്ങനെ കുറെ വിഷയങ്ങളുണ്ട്. ശരിയായാൽ നല്ലത്.